ഒരു പരുന്തിൻ്റെ കഥയുണ്ട്. ആകാശത്തുകൂടെ പറന്ന് പോകേണ്ട പരുന്ത്. ഏറ്റവും മുകളിലൂടെയാണ് അത് പറക്കേണ്ടത്. അത്തരം പക്ഷികൾക്ക് മുകളിലൂടെ വേറെ പക്ഷികൾ സാധാരണ പറക്കാറില്ല. ആകാശത്തിൻ്റെ വിരിമാറിലൂടെ അങ്ങനെ പറക്കുമ്പോൾ വളരെ താഴെ ഭൂമിയിൽ ഒരു ചെളിവെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിൽ സ്വല്പം പരൽ മീനുകൾ, കുഞ്ഞിയ മീനുകൾ അതിങ്ങനെ അവിടെ നീന്തി കളിക്കുന്നുണ്ട്. ഉയരങ്ങളിലൂടെ പറക്കുന്ന ആ പരുന്ത് താഴോട്ട് വരികയാണ് ഈ കുഞ്ഞ് പരൽമീനുകളെ കണ്ടിട്ട്. വളരെ ചെറിയ ഈ പരൽമീനുകളെ കണ്ടിട്ട് ഉയരത്തിലുള്ള പരുന്ത് താഴോട്ട് വന്ന് ആ പരൽമീനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ആ പരൽമീനിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സന്ദർഭത്തിൽ മലവെള്ളപ്പാച്ചിൽ വന്ന് ആ പരുന്തിനെ അങ്ങ് ചിന്ന ഭിന്നമാക്കി കഷ്ണമാക്കി കളഞ്ഞു. ആകാശത്തുകൂടെ പറന്ന് ഉയരത്തിലൂടെ, ഉയർന്ന പേഴ്സണാലിറ്റിയിലൂടെ ജീവിക്കേണ്ട ഒരാള് താഴെ ഏതോ നൈമിഷികമായ സുഖത്തിന് വേണ്ടി, ഏതോ ചെറിയ പരൽമീനിനെ കൊത്തിപ്പിടിക്കാൻ വേണ്ടി താഴോട്ട് സ്ഥാനമൊക്കെ മാറി താഴോട്ട് വന്നപ്പോൾ അവൻ തന്നെ ഇല്ലാതായിപ്പോയി. അവൻ്റെ സ്ഥാനം മറന്നുകൊണ്ട്, അവൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് അവൻ ഏറ്റവും താഴേക്കടയിലേക്ക് വന്നു. അതോടുകൂടി അവൻ്റെ ജീവിതം തകർന്നു, ലക്ഷ്യം മാറിപ്പോയി. മക്കയിൽ കഅബക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ വലയം ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ആളുകളും പങ്കെടുത്തിട്ടുണ്ടാവും, പല കുട്ടികളും പങ്കെടുത്തിട്ടുണ്ടാവും. വളരെ മനോഹരമായ ആ വലയം ചെയ്യൽ പറയുന്ന പേരാണ് ത്വവാഫ്. ത്വവാഫ് ഇത്രയും വൃത്തിയും ഭംഗിയുമുള്ളതായിട്ട് കാണുന്ന ആളുകൾക്ക് കൗതുകപരമായി കാണാൻ എന്തായിരുന്നു കാരണം, അല്ലെങ്കിൽ എന്താണ് കാരണം? അതിലൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ കഅബാലയം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ചെറിയ ബിൽഡിങ് അതിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിന് ചുറ്റും ത്വവാഫ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ത്വവാഫ് അതിമനോഹരമാകുന്നത്. ആ ലക്ഷ്യമില്ലായിരുന്നുവെങ്കിൽ ആ ത്വവാഫ് കുറേ അങ്ങോട്ട് പോകും, കുറേ ഇങ്ങോട്ട് പോകും, കുറേ അങ്ങോട്ട് പോകും, ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിന് യാതൊരു ഭംഗിയും അർത്ഥവും ഉണ്ടാവില്ല ലക്ഷ്യമില്ലെങ്കിൽ. ഈ 2 പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാകണം. അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിന് എന്താണോ ലക്ഷ്യമുള്ളത് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. എന്തോ ചെറിയ മനസ്സിൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ ചെറിയ അവസ്ഥകളിലേക്ക് നമ്മൾ മാറിപ്പോകരുത്. അപ്പോൾ നമ്മളെ വലിയ കാര്യങ്ങളൊക്കെ അശ്രദ്ധനായി, വലിയ കുറേ ലക്ഷ്യങ്ങളൊക്കെ ഒഴിവാക്കി, അത്രയും കാര്യമായ അറിവൊന്നുമില്ലാത്ത ഏതോ ചെറിയ കുട്ടികളുടെ കൂടെ, ആൺകുട്ടികളുടെ കൂടെ, പെൺകുട്ടികളുടെ കൂടെ കൂട്ടുകൂടി പോവുക എന്നത് നമ്മുടെ മനോഹാരിത നഷ്ടപ്പെടും, നമ്മുടെ ഭംഗി നഷ്ടപ്പെടും, നമ്മുടെ ജീവിതം ചിതറിപ്പോകും. ഇതിനാണ് ഞാൻ ആ കഥ പറഞ്ഞത്. ആ പരുന്തിനെ പോലെ ഉയർന്ന ആകാശം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുക. ആ കഅബയുടെ ത്വവാഫ് ചെയ്യുന്ന ആളുടെ കഅബ ലക്ഷ്യം വെച്ചതുപോലെ നമ്മൾ ഒരു പ്രത്യേകമായ കാര്യം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്കൊക്കെ അള്ളാഹു ഒരു കഴിവ് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ കുറേ ഡ്യൂട്ടി ഉണ്ട്. ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടി അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവൻ ഭൂമിയിൽ ഇന്ന കാര്യം ചെയ്യണം. ഓരോരുത്തർക്കും ഒരു ലക്ഷ്യവും ഒരു ഡ്യൂട്ടിയും അള്ളാഹു വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അതിനാണ് ഈ പലതരം മനുഷ്യന്മാർ, എല്ലാ മനുഷ്യന്മാരുടെയും ലക്ഷ്യം അതാണ്. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗോൾ, നമ്മുടെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നാണ്. ഞാൻ ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉത്തരവാദിത്തപ്പെടുത്തി. അദ്ദേഹം അവിടെ പോയിട്ട് വേറെ കുറേ പണി ചെയ്തു. ഞാൻ ഏൽപ്പിച്ച പണി ചെയ്തിട്ടേ ഇല്ല. ഞാൻ എന്താണ് അദ്ദേഹത്തെ വിലയിരുത്തുക? ഒരു ഫലമില്ലാത്ത ആൾ. അയാൾ കുറേ പണി എടുത്തിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നമ്മൾ പറഞ്ഞയച്ചത്, ആ ലക്ഷ്യം, ആ ഡ്യൂട്ടി അദ്ദേഹം നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പറഞ്ഞയച്ചത് യാതൊരു കാര്യമില്ല. പടച്ച തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും ഓരോ ഡ്യൂട്ടിയും ലക്ഷ്യം വെച്ചിട്ട് പറഞ്ഞയച്ചിട്ട് അത് ചെയ്തിട്ടില്ല എങ്കിൽ നാളെ അള്ളാഹിന്റെ മുമ്പിൽ നമ്മളൊന്നും അല്ലാത്തായിപ്പോയി, പറ്റ മാറിപ്പോവും. ഇതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയും. എന്തിനാണ് ബൾബ്? ഉടനെ നമ്മൾ ഉത്തരം പറയും, പ്രകാശം, നല്ല വെളിച്ചം ഉണ്ടാകാൻ. എന്തിനാണ് മൈക്ക്? നല്ല ശബ്ദം ഉണ്ടാകാൻ. ഇതിനൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് ഉത്തരം പറയാൻ പറ്റും, വളരെ നിസ്സാരമായിട്ട് ഉത്തരം പറയാൻ പറ്റും. എന്നാൽ വേറൊരു ചോദ്യം, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താ? നമ്മൾ കണ്ടുപിടിച്ച വസ്തുക്കളുടെ ഉദ്ദേശവും ലക്ഷ്യവും വളരെ നിസ്സാരമായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ആ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നമ്മൾ തിരിച്ചറിയണം. ഒരൊറ്റ ചോദ്യം കൂടി, എന്തിനാണ് കാറ്? നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ.
അല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ കുറച്ച് വേഗത്തിൽ പോകുവാൻ, നമ്മുടെ സൗകര്യമനുസരിച്ച് പോകുവാൻ. അതിനാണല്ലോ കാറ്. കാറിന് എന്തിനാണ് ബ്രേക്ക്? ഉത്തരമുണ്ട്, ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടാൻ, അല്ലേ? ആക്സിഡൻറ്റ് വരാതിരിക്കാൻ, കാറ് നിർത്താൻ. നിനക്ക് ഉത്തരമല്ലേ? ഞാൻ അതിന് വേറെ ഉത്തരം പറയട്ടെ. എന്തിനാണ് കാറിന് ബ്രേക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം കാറിനെ അതിവേഗത്തിൽ ഓടിക്കുവാൻ. ആ കാറിന് ബ്രേക്കില്ല എന്ന് പറഞ്ഞാൽ ഒരാളും അത് സ്റ്റാർട്ട് ചെയ്യൂല. ബ്രേക്കില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യാൻ ധൈര്യപ്പെടൂല. അപ്പൊ എന്തിനാ ബ്രേക്ക്? വേഗത്തിൽ കാറ് വിടാനാണ് ബ്രേക്ക്. ആ പോയിന്റിൽ നിന്നുകൊണ്ട് ഒരൊറ്റ കാര്യം, നമ്മൾ ജീവിതയാത്രയാണ്. കാറിൻ്റെ യാത്ര നമ്മുടെ ജീവിതയാത്രയാണ്. കുട്ടികളായിരുന്നു, കുറച്ച് വലുതായി, കൗമാരമായി, ബാല്യമായി, കൗമാരമായി, യുവാവായി, യാത്രയാണ്. യാത്ര അങ്ങനെ പോകുന്നു. അപ്പോൾ കാറ് പോലെ യാത്ര ചെയ്യുന്ന, വേഗത്തിൽ പോകുന്ന നമ്മുടെ യാത്രക്ക് ബ്രേക്ക് വേണ്ടേ? ബ്രേക്കില്ലെങ്കിൽ വേഗത്തിൽ പോകാൻ പറ്റൂല. നമ്മുടെ ജീവിതമാകുന്ന യാത്രക്ക് ഏതാ അപ്പോൾ ബ്രേക്ക്? ജീവിതയാത്രക്കുള്ള ബ്രേക്കാണ് മാതാവും പിതാവും ഉസ്താദുമാരും, നമ്മുടെ നിയമവ്യവസ്ഥയും നമ്മുടെ ഖുർആനും. ജീവിതമാകുന്ന യാത്രക്കുള്ള ബ്രേക്കുകളാണ് ഉമ്മ, മറ്റൊരു ബ്രേക്കാണ് ഉപ്പ, അടുത്ത ബ്രേക്കാണ് ഉസ്താദുമാർ. നിയമവ്യവസ്ഥ, പരിശുദ്ധ ഖുർആന്, ഇതൊക്കെ നമ്മുടെ ബ്രേക്കുകളാണ്. ആ ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ പോകാൻ പറ്റും. ബ്രേക്കില്ലെങ്കിൽ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല, മുന്നോട്ട് എടുക്കൂല. അതുപോലെ ബ്രേക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതവുമില്ല. നമ്മുടെ ജീവിതമാകുന്ന യാത്ര ഒരിക്കലും മുന്നോട്ട് പോകൂല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. കാറിന് ബ്രേക്ക് എത്രമാത്രം നിർബന്ധമാണോ, അതല്ലെങ്കിൽ ബ്രേക്കില്ലാതെ കാർ ഒരിക്കലും മുന്നോട്ട് പോകാത്ത മാത്രം അത്ര പ്രയാസമാണോ, അതുപോലെ പ്രയാസമാണ് എനിക്കും നിങ്ങൾക്കും ബ്രേക്കുകൾ ഉണ്ടാകണം. മാതാവും പിതാവും ബ്രേക്കായിട്ട് അതൊരു പ്രയാസമായി, അതൊരു ശല്യമായി, എപ്പോഴും ചോദ്യം ചോദിക്കുന്ന, എപ്പോഴും അതെന്താ ഇതെന്താ ചോദിക്കുന്ന, പിന്നാലെ നടക്കുന്ന എന്തോ സാധനങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് എൻ്റെയും നിങ്ങളുടെയും അതിമനോഹരമായ വേഗത്തിലുള്ള യാത്രക്കുള്ള സഡൻ ബ്രേക്കുകളാണ്. അങ്ങനെ കാർ ഇങ്ങനെ വേഗത്തിൽ പോവുകയാണ്. വളരെ വേഗത്തിൽ പോകുമ്പോൾ പെട്ടെന്നൊരു കുഴി കണ്ടു. സമർത്ഥനായ ഡ്രൈവർ ഒരൊറ്റ ചവിട്ടും, ബ്രേക്ക് ഒരൊറ്റ ചവിട്ട, അല്ലേ? അല്ലെങ്കിൽ എന്തോ ആക്സിഡന്റ് വരാൻ പോകുന്നു, അവിടുന്ന് വാഹനം തെറ്റി വരുന്നു, ഇവിടുന്ന് ഒരു കുട്ടി ക്രോസ് ചെയ്യുന്നു. സമർത്ഥനായ ഡ്രൈവർ എങ്ങനെയും തിരിച്ച് ഒരൊറ്റ ബ്രേക്ക് ചവിട്ടും. ആ ബ്രേക്ക് ചവിട്ടുമ്പോൾ നല്ലൊരു ശബ്ദം ഉണ്ടാകും. ആ ബ്രേക്ക് ചവിട്ടുമ്പോൾ ടയർ റോട്ടിൽ ഇങ്ങനെ ഉരഞ്ഞു ഒച്ച ഉണ്ടാകും. പ്രത്യേകമായൊരു കുലുക്കവും ഒരു ഒരച്ചിലും ശബ്ദവും ഉണ്ടാവും. എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ അബദ്ധത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ ഉമ്മയോ ഉപ്പയോ ഉസ്താദോ ഒരൊറ്റ ബ്രേക്ക് ചവിട്ടും. അപ്പോൾ ഒരു ശബ്ദമൊക്കെ ഉണ്ടാകും, അപ്പോൾ ഒരു ഒരച്ചിലൊക്കെ ഉണ്ടാകും, അപ്പോൾ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടാകും. ഒരച്ചിലും കരച്ചിലും ശബ്ദവും ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഒരു ഡ്രൈവറും ബ്രേക്ക് ചവിട്ടാതിരിക്കൂല. അതുപോലെ എൻ്റെ മകൻ എൻ്റെ മകൾ അബദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന് പ്രായം കൊണ്ട് മനസ്സിലാക്കിയ ആളുകൾ, നിങ്ങളെക്കാൾ വലിയ പ്രായമുള്ള ആളുകളാണ്, അങ്ങനെ മനസ്സിലാക്കിയ ആളുകൾ പടച്ച റബ്ബേ എൻ്റെ കുട്ടി തെറ്റിലേക്ക് പോകുന്നു, അബദ്ധത്തിലേക്ക് പോകുന്നു, മോശത്തരത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ ഒരൊറ്റ ചവിട്ടും, ബ്രേക്ക് ചവിട്ടും. ആ ബ്രേക്ക് ചവിട്ടുമ്പോൾ നിങ്ങൾക്കൊരു വേദനയൊക്കെ ഉണ്ടാകും, നിങ്ങൾക്കൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് ചിലപ്പോൾ കരച്ചിലുണ്ടാവും, ചിലപ്പോൾ ഉറക്കമൊക്കെ ഒന്ന് പോകും. പക്ഷേ ആ ബ്രേക്ക് ചവിട്ടില്ല എങ്കിൽ നിങ്ങൾ തന്നെ ഇല്ലാതായി പോകും. കാറിൻ്റെ സഡൻ ബ്രേക്ക് നമ്മൾ ചവിട്ടുന്നത് കാറിൻ്റെ ടയറിന് പ്രയാസമാകുമെന്ന് കരുതിയിട്ട് ചവിട്ടാതിരിക്കൂല. അതുപോലെ എൻ്റെ കുട്ടിക്ക് വിഷമമാകുമെന്ന് കരുതിയിട്ട് ഒരു ഉസ്താദും ബ്രേക്ക് ചവിട്ടാതിരിക്കൂല. കാരണം അത് തൽക്കാലത്തേക്കുള്ള ഉരച്ചിലാണ്, കരച്ചിലാണ്, ശബ്ദമാണ്. അതിൻ്റെ അപ്പുറം ജീവിതം തന്നെ രക്ഷപ്പെടുത്തുകയാണ്. ഒരു കുഴിയിലേക്ക് വീഴുന്ന കാറിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തികളെ രക്ഷപ്പെടുത്തുക എന്നാണ്. അതുപോലെ നിങ്ങൾ അബദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ ആ ബ്രേക്ക് ചവിട്ടുന്നത് എൻ്റെ മോനെ രക്ഷപ്പെടുത്തുക എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആരാണ് രക്ഷപ്പെടുന്നത്? നമ്മൾ ഓരോരുത്തരും സ്വന്തം രക്ഷപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും വലിയ പടുകുഴിയിൽ വീഴാതെ നമ്മുടെ ജീവിതത്തെ സംരക്ഷിച്ച് ആ ബ്രേക്കുകൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ രൂപത്തിലായിരിക്കണം എൻ്റെ മക്കൾ ഉമ്മമാരെയും ഉപ്പമാരെയും ഉസ്താദുമാരെയും ഒക്കെ പരിഗണിക്കേണ്ടത്,
ശ്രദ്ധിക്കേണ്ടത്, ഒരാളും നിങ്ങൾ കൊക്കയിലേക്ക് വീഴുന്നത് ഇഷ്ടപ്പെടുന്നതില്ല. ഒരാളും നിങ്ങൾ അബദ്ധങ്ങളിൽ പോയി നിങ്ങളുടെ ജീവിതം ആ പരുന്തിനെ പോലെ തകർന്ന് തരിപ്പണമാകാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം നിബന്ധനകളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. നിബന്ധനകളും കാര്യങ്ങളും വെക്കുന്നത് നന്മക്ക് വേണ്ടിയാണ്. ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കളി ഫുട്ബോളാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കളിയാണ് ഫുട്ബോൾ, പന്ത് കളി മത്സരം. ആ പന്ത് കളി മത്സരം ഇത്രയും മനോഹരമായത് എന്തുകൊണ്ടാണ്? അതിന് കുറേ നിയമങ്ങളുണ്ട്. അതിനൊരു വൃത്തം, ഒരു ചതുരത്തിൽ വലിയൊരു സ്ഥലമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത് ലിമിറ്റേഷൻസ് അല്ല. ആ കളിയെ ഭംഗിയാക്കുവാൻ, ആ കളിയെ മനോഹരമാക്കുവാൻ ഒരു വലിയ വിശാലമായൊരു സ്ഥലം, അതിനടിയിൽ 2 പോസ്റ്റുകൾ, അതിനടിയിൽ കുറേ വരകൾ, കള്ളിയിലും ചതുരത്തിലും സെന്ററിലും ലൈനിലും. അതിനപ്പുറം പോകാൻ പാടില്ല, ഇപ്പുറം പോകാൻ പാടില്ല. എന്താ? ലിമിറ്റേഷൻസ് അല്ല, പരിധികളല്ല, പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് ആ കളി മനോഹരമാകണം, ആ കളി ഭംഗിയുള്ളതാകണം. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഫുട്ബോൾ കളിയായി മാറിയിട്ടുള്ളത്. 100 കണക്കിന് നിബന്ധന ഉണ്ട്, നിയമങ്ങളുണ്ട്. കളിക്കുമ്പോൾ എങ്ങനെ കളിക്കണം, കാലെങ്ങനെ വെക്കണം, കൈ എങ്ങനെ വെക്കണം, മറ്റവനെ കുത്താൻ പറ്റുമോ, ചവിട്ടാൻ പറ്റുമോ, എന്തെല്ലാം നിയമങ്ങളാണ്. ഇതെന്തിനാ? ആ കളി മനോഹരമായി ലോകം മുഴുവൻ കാണാനാ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറേ നിയമങ്ങളുണ്ട്, കുറേ പരിമിതികളുണ്ട്, കുറേ ലിമിറ്റ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒരു സ്വാതന്ത്ര്യമല്ല, എന്തൊരു ജീവിതമാണ് എന്ന് പറയാനല്ല, ഭംഗിയോടെ, ആദരവോടെ, ബഹുമാനത്തോടെ ആ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാനാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ള പറയുകയാണ്, ലൗലല്ലുലമാ, ഉസ്താദുമാരില്ലായിരുന്നുവെങ്കിൽ, അറിവുള്ളവരില്ലായിരുന്നുവെങ്കിൽ, ലക്കാനന്നാസു കൽബഹായിം, മനുഷ്യരെല്ലാം, മക്കളെല്ലാം, ജനങ്ങളെല്ലാം മൃഗങ്ങളെപ്പോലെ ആകുമായിരുന്നു. ഉസ്താദുമാരും വിവരമുള്ളവരും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാവരും മൃഗങ്ങളായി തീരുമായിരുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.